വളരെ വേദനിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ജന്മം കൊണ്ട ഒരു ഇന്ത്യക്കാരി എന്ന രീതിയിൽ, ഒരു ക്രിസ്ത്യാനി, ഒരു സന്യാസിനി, ഇത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ലോകം എൻ്റെ തറവാട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും എനിക്ക് അന്യരല്ല. വേദനിക്കുന്നവരുടെ കൂടെ വേദനിക്കുവാനും സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാനുമുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. യുക്രൈനിലെ യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷത്തിലേറെയായി. യുക്രൈനിലെ യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ഞാൻ ഇന്ത്യയിൽ നിന്നും ഉക്രൈനിലേക്ക് തിരിച്ചു വന്നത്. കാരണം ഇവിടെ യുദ്ധസമയത്ത് വേദനിക്കുന്നവരും ഉണ്ടാകും. ആരുടെയെങ്കിലും ഒരു കണ്ണീരൊപ്പാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ സന്യാസ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന ഒരു ഉറച്ച അർപ്പണബോധത്തിലാണ് ഞാൻ ഉക്രൈനിലേക്ക് തിരിച്ചു വന്നത്. ഇന്ന് മണിപ്പൂരിൽ വേദനിക്കുന്നത് കാണുമ്പോൾ അവരോടൊപ്പം എൻ്റെ ഹൃദയം തേങ്ങുകയാണ്. ഈ ലോകത്തിൽ ആര് വേദനിച്ചാലും അവരുടെ ആ വേദനയോടൊപ്പം അവരോടൊപ്പം ഞാനും വേദനിക്കുന്നു. ആര് സന്തോഷിച്ചാലും അവരോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. കാരണം ഈ ലോകമെന്ന തറവാട്ടിലെ ഒരു അംഗമാണ് ഞാൻ. ഈ ലോകത്തിലുള്ളവർ എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നതും, അങ്ങനെയാണ് ഈ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നതും. മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണുമ്പോഴാണ് ചിന്തിച്ചു പോകുന്നത്, നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം എന്തിനാ? എവിടെയാണ് നമ്മൾ വളരുന്നത്? എൻ്റെ ചിന്തയിൽ ഒരു മനുഷ്യൻ വളരുന്നത് മറ്റുള്ളവരെ മനുഷ്യനായിട്ട് അംഗീകരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും ആദരിക്കുമ്പോഴുമാണ് ഒരു മനുഷ്യൻ സാക്ഷരതയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുക. മണിപ്പൂരിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ സ്വന്തം രാജ്യത്ത് മനുഷ്യർക്ക് മൃഗങ്ങളെക്കാൾ പോലും വില കൽപ്പിക്കാത്തത് കാണുമ്പോൾ സത്യത്തിൽ ചങ്ക് തകരുകയാണ്. ഞാൻ ഉക്രൈനിലാണ്. റഷ്യ പട്ടാളം അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. യുക്രൈൻ ജനതകളും മരിച്ചു വീഴുന്നു. റഷ്യൻ പട്ടാളം മരിച്ചു വീഴുന്നു. അതൊന്നും ആരുടെയും മരണം ആഗ്രഹിക്കുന്നില്ല, ആരുടെയും വേദന ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു രാജ്യത്തിൽ തന്നെ സഹോദരങ്ങൾ വളരെ മൃഗീയമായ രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് മൗനമായിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ഭൂമി ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. മനുഷ്യരെ മനുഷ്യരായി സൃഷ്ടിച്ചു. എവിടെയാണ് നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മൃഗങ്ങളെക്കാളും ക്രൂരമായി പോകുന്നത്? അത് യുക്രൈനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും. ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീ അബലയാണ്, ദുർബലയാണ് എന്ന് ആര് പറഞ്ഞു? സ്ത്രീ അവൾ ശക്തിയാണ്, അവൾ ധൈര്യമുള്ളവളാണ്. ദുർബലയും അബലയും അവളെ ആക്കി തീർക്കുന്നതാണ്. ദൈവം ആദിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. സ്ത്രീയെ സംരക്ഷിക്കാനാണ് പുരുഷന് ഉത്തരവാദിത്വം കൊടുത്തത്, അവളെ നശിപ്പിക്കാനല്ല. ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ആദ്യ പാപത്തിന് ശേഷം പുരുഷനാണ് അവളുടെ നഗ്നത മറച്ചത്. ഇന്ന് മണിപ്പൂരിൽ കണ്ടുവരുന്നത് പുരുഷൻ
ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അനാവരണം ചെയ്യുന്നത് അത് സഹിക്കാൻ പറ്റുന്നതല്ല. ഒരു പുരുഷന്റെ ശക്തി കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ പുറത്ത് കാണിച്ചിട്ടല്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അപമാനിക്കുമ്പോൾ, അവളുടെ സ്ത്രീത്വത്തെ വില കൽപ്പിക്കാതെ വരുമ്പോൾ ആ പുരുഷൻ തന്നെയാണ് അവന്റെ വില നശിപ്പിക്കുന്നത്. സ്ത്രീ അബലയല്ല. സ്ത്രീ, നമ്മൾ ഭാരതത്തെ സ്ത്രീയായിട്ടും ഭാരതാംബിക, എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിവുള്ള ഒരു വലിയ ശക്തിയാണ് ഓരോ സ്ത്രീയും. ആ സ്ത്രീയുടെ നഗ്നത പുറത്ത് വലിച്ചു കാട്ടുന്നത് വളരെ ഭീരുത്വമാണെന്നും വളരെ ബലഹീനരാണ് അത് ചെയ്തതെന്ന് മാത്രമാണ് എൻ്റെ ചിന്തയിൽ നിന്ന് വരുന്നത്.